പാർട്ടി വ്യത്യാസമില്ലാതെ മലയാളികൾ ഏറെ സ്നേഹിച്ച മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, കല്യാശ്ശേരിയിൽ. 2011 കല്യാശ്ശേരി നിയമസഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് 3 തവണയും CPM-ന് ഭൂരിപക്ഷം കൂട്ടിക്കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. അവസാനം M. വിജിൻ ഇവിടെ നിന്ന് ജയിക്കുന്നത് 44,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. മുൻ SFI സംസ്ഥാന സെക്രട്ടറിമാർ മാത്രം ജയിച്ചു പോന്ന മണ്ഡലം എന്ന വിശേഷണവും കല്യാശ്ശേരിക്ക് നൽകാം. നേരത്തെ TV രാജേഷ് 2 തവണ, പിന്നീട് M. വിജിൻ 2021. 44,000 വോട്ടിന് M. വിജിൻ ജയിച്ച ഈ മണ്ഡലത്തിൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ ഭൂരിപക്ഷം മാത്രം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം 1058-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരിഗണനാ വിഷയങ്ങൾ മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ പോലും ഇടതു കോട്ടയിൽ ആ ഇടിവ് എങ്ങനെ ഇടതുപക്ഷത്തിന് സംഭവിച്ചു എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്തായിരിക്കും സാഹചര്യം? പുതിയ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുമോ? മുതിർന്ന നേതാവായ EP ജയരാജൻ്റെ പേരുൾപ്പെടെ ഈ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്. ആരാകും സ്ഥാനാർത്ഥി? എന്താണ് ഇവിടുത്തെ സാധ്യതകൾ? പരിശോധിക്കാം. സി ടൈംസ് ഇലക്ഷൻ റൈഡിംഗ്. കല്യാശ്ശേരിയിൽ എന്തായാലും ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം കിട്ടും. കാരണം കല്യാശ്ശേരി നേരത്തെ ചുമന്ന മണ്ണ് തന്നെയാണ്. അതേമാതിരി ഈ ഗവൺമെന്റ് നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്കും അതേമാതിരി പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് എല്ലാ മാസവും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതും നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ കുറെ കൊടുക്കാത്ത കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും മാത്രം. മറ്റു ഭരണം നല്ല ഭരണമാണ്, നല്ലൊരു ഭരണം ഉണ്ടാവുകയും ചെയ്യും. 100 സീറ്റിൽ ഇടതുപക്ഷം ജയിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇവിടെ ഭൂരിപക്ഷം കൂടുക പറയോ? കൂടും. ഭൂരിപക്ഷം കൂടും. ഇവിടെ 10-15,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദം, അതിലുള്ള പലതും പത്രങ്ങൾ പറയുന്നത്, അതിനെ കുറിച്ചൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ബാധിക്കില്ല. ഇല്ല, അതൊന്നും ബാധിക്കില്ല. അത് ഈ ഇടതുപക്ഷത്തിന് കേരളത്തിൽ എവിടെയും ബാധിക്കില്ല. അതൊരു നാട്ടിന്റെ ഒരു ചെറിയ ഇത് മാത്രം പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇവിടെ എവിടെയില്ല. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചിട്ടില്ല. എവിടെയില്ല. കണ്ണൂർ ജില്ല എന്ന് വെച്ചാൽ ശരിക്കിന്റെ ചെങ്കോട്ടകളല്ലേ, അതുകൊണ്ട്. കല്യാശ്ശേരി പൊതുവിൽ CPM-ൻ്റെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിലൊരു ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടാകും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിൽ അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമാകും. കാരണം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയ ഒരു പ്രയാസമാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം കൂടാനാണ് ചാൻസ്. MLA-യുടെ പ്രകടനമൊക്കെ മികച്ചതാണോ? ഭൂരിപക്ഷം കൂടുമെന്ന് അറിയില്ല. കല്യാശ്ശേരി കിട്ടും, LDF കിട്ടും. പിന്നെ MLA-യുടെ പ്രവർത്തനോ? കുഴപ്പമില്ല, അല്ലേ, നല്ല ഭരണം.